പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. വിദ്യാഭ്യാസം, ഗവേഷണം, ആരോഗ്യ സംരക്ഷണം, യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ 14ാമത് ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. പിന്നെ ആകാശവാണി അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വാർത്താ രംഗത്തേക്ക് കടന്നു വരുന്നത്, വാർത്താ രംഗത്തേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നതിന് കാരണം അതാണ്. എനിക്ക് പെരുന്നാൾ മാസം കണ്ട സമയം മാത്രമല്ല നമ്മുടെ ഒരു വലിയൊരു ആംബിഷൻ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബൂത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വായിക്കുന്നുണ്ട്, കാരണം അറിയിക്കാതിരിക്കാൻ പറ്റില്ല, നന്ദികേടാവുമല്ലോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അത് അറിഞ്ഞതോടുകൂടി അവർ പടക്കം മേടിച്ചു, കംപ്ലീറ്റ് എല്ലായിടത്തും സ്പീക്കർ കെട്ടി, ആ ഗ്രാമം മുഴുവൻ സ്പീക്കറും പടക്കവും എല്ലാം കൂടി അലങ്കരിച്ചിട്ട് ഒരു ശരിക്കും ഗ്രാമോത്സവമായിരുന്നു. മാത്രമല്ല നമ്മുടെ വീട് മുറിവയ്ക്കലാണ്, അവിടെ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ ഈ സാധനം കൊണ്ട് പോകും. ആളുകൾ കാണണല്ലോ, അഹങ്കാരമാണ് നമ്മുടെ എല്ലാത്തിനും അഹങ്കാരം, ഇത് കൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ആരൊക്കെ ഉണ്ടല്ലോ, അന്ന് നമുക്കറിയില്ല ഇതിനകത്ത് ആളെന്ന വിചാരം. അപ്പൊ എങ്ങനെയും ഇതിനകത്തൊന്ന് കയറി കൂടണം എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ പറയാം എൻ്റെ പേര് ഹക്കീം എന്നാണ്, അങ്ങനെ എൻ്റെ പേര് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആകാശവാണിയാണ്. പറഞ്ഞു തീർന്നില്ല, ഹക്കീം കൂട്ടായിയാണെന്ന് വെച്ചാൽ ഒറ്റ കെട്ടിപ്പിടുത്തം. അപ്പൊ നമുക്ക് ഏത് കോലത്തിലും എവിടെയും പോകാൻ സൂക്ഷിക്കേണ്ടി വരും. ഇനി ഒരു പക്ഷേ പലരും തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ പറയും അതാ കുഴപ്പക്കാരൻ മോണില്ലേ. അപ്പൊ അത് ഞാനിവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അപ്പൊ ജീവിതത്തിൽ കുറച്ച് ഒരു കൺട്രോൾ ഇനി ആവശ്യം. സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലോക റേഡിയോ ദിനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്ന മാധ്യമം ഏതാണെന്ന ചോദ്യത്തിന് ഇന്നും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് റേഡിയോയാണ്. കാരണം ജനസംഖ്യയുടെ 98% എത്തിച്ചേരാൻ കഴിയുന്ന മറ്റൊരു സിഗ്നൽ ഇല്ല തന്നെ. ഏത് കാട്ടിലേക്കും കടലിലേക്കും കടന്നു ചെല്ലും റേഡിയോ സിഗ്നലുകൾ. അതുകൊണ്ട് തന്നെ റേഡിയോ ഇന്നും പ്രസക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ടെലിവിഷനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും മീഡിയ രംഗം കൈയടക്കുമ്പോഴും ആകാശവാണി പഴയ പ്രതാപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ വാർത്ത അറിയാനുള്ള ഏക മാധ്യമം റേഡിയോ ആയിരുന്നു. അക്കാലത്ത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച, ഇന്നും ആകാശവാണി ശ്രോതാക്കളുടെ സൂപ്പർ ഹിറ്റ് താരമായ ഒരാളാണ് ഈ റേഡിയോ ദിനത്തിൽ എനിക്കൊപ്പം ചേരുന്നത്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് നിങ്ങൾ കേട്ട് പരിചയമുള്ള പേരാണ്, പക്ഷെ അധികം ആരും കണ്ട് പരിചയമുണ്ടാവില്ല. ഹക്കീം കൂട്ടായി, ആകാശവാണിയുടെ വാർത്താമുഖം. ഈ റേഡിയോ ദിനത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം വിരുന്നെത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മാസം 28-ന് അദ്ദേഹം ജോലിയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുക കൂടിയാണ്. ഹക്കീം കൂട്ടായിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹക്കീം സാർ സ്വാഗതം. നമസ്കാരം. ഹക്കീം സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴേ ഞാനത് പ്രേക്ഷകരോട് കൂടി പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂകളിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമാണ്. കാരണം ഇതൊരു സൗഹൃദ സംഭാഷണത്തിൻ്റെ തലത്തിലേ എനിക്ക് കഴിയുള്ളൂ. കാരണം ഞാനും ആകാശവാണിയിൽ സാറ് കൂടെ കാഷ്വൽ വാർത്താ അവതാരകനായിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയുടെ കുറേ സംഗതികൾ പറയാനുണ്ട്. ഹക്കീം കൂട്ടായിയെ പ്രേക്ഷകർക്ക് അറിയാം, പക്ഷെ അവർ ആദ്യമായിട്ടായിരിക്കും പലരും ഇപ്പോൾ ആ മുഖം കാണുന്നത്. പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം ഹക്കീം കൂട്ടായി എന്ന് പറയുന്ന അവതാരകൻ ആളുകൾക്കിടയിൽ എത്രയും പ്രശസ്തനാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു സംഗതി പറയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഹക്കീം കൂട്ടായി ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്.
സാറ് റിട്ടയർ ആവാൻ പോവാണ്. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നതാണ്. അതെ അതെ, ഇപ്പോഴും ആകാശവാണിയിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഹക്കീം കുട്ടായിയുടേത് എന്ന് പറഞ്ഞു. ഇതേ കാര്യം ഞാൻ ആദ്യമായിട്ട് ആകാശവാണിയിൽ വരുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു, ഹക്കീം കുട്ടായിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ അതില്ല. അപ്പൊ മൂപ്പർക്കൊക്കെ ഒരുപാട് വയസ്സായില്ല. അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു, ഇല്ല, നല്ല യുവാവായിട്ട് നിൽക്കുന്ന ആളാണ്. മുമ്പ് എന്താ അങ്ങനെ പറഞ്ഞു. ഞാനൊക്കെ ചെറുപ്പം മുതൽ, അല്ല ഇപ്പൊ കണ്ടാലും മനസ്സിലാവുമല്ലോ, ഇപ്പൊ കണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതിനാണ് ഞാൻ സാറ് റിവീൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലൊരു ശബ്ദമായിട്ട് കയറി കൂടിയത് എങ്ങനെയാണ്? ജനങ്ങളത് ഉൾക്കൊണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനഃപൂർവ്വമായിട്ട് അവരെ മനസ്സിലേക്ക് കയറി കൂടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആകാശവാണി അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വാർത്താ രംഗത്തേക്ക് കടന്നു വരുന്നത്, വാർത്താ രംഗത്തേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നതിന് കാരണം അതാണ്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരം വരുന്നത്, അന്ന് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നു. പലരും പറയും ഞാൻ രാവിലെ ആകാശവാണി തുറന്നു വെച്ചിട്ടാണ് എൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്, ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയിരുന്നത്, മദ്രസയിൽ പോയിരുന്നതൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ വലിയ ആളുകളായി, ഉദ്യോഗസ്ഥന്മാരായി വലിയ തലങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോഴും കേൾക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും ഇത് പഴയ ആൾ തന്നെയാണെന്ന്. അത് അങ്ങനെ അന്ന് കേട്ടു തുടങ്ങിയത് കൊണ്ടായിരിക്കാം ആളുകളിലേക്ക് എത്തിച്ചേർന്നത്. അല്ല, ഞാൻ മനഃപൂർവ്വമായിട്ട് ആളുകളിലേക്ക് ചെന്നെത്താൻ വേണ്ടി ഒന്നും എൻ്റെ ഭാഗത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പം ഹക്കീം കുട്ടായി എന്ന് പറയുന്ന വാർത്താ അവതാരകൻ 1997 ഡിസംബർ 4 ആദ്യമായിട്ട് വാർത്ത വായിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയാണ്. അന്ന് അങ്ങയുടെ സ്വദേശം കൂട്ടായി ആണല്ലോ. കൂട്ടായിക്കാർക്ക് അത് വലിയൊരു ഉത്സവമായിരുന്നു. അവര് വലിയ കുറെ കഥകളൊക്കെ നമ്മൾ അന്ന് പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ ഓർമ്മകളൊന്ന് ഇറക്കാമോ? അന്ന് നമുക്ക് ഇവര് ഞാൻ പോകുമ്പോൾ 1997 നവംബർ 28 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ ജോയിൻ ചെയ്യാൻ വേണ്ടി 3-4 ദിവസം മുമ്പേ നാട്ടിൽ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവരെനിക്ക് വലിയൊരു യാത്രയപ്പ് നൽകി. അവിടുത്തെ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു യാത്രയപ്പ് നൽകി. എന്നിട്ട് അവരെന്നോട് ആവശ്യപ്പെട്ടത് ആദ്യം വായിക്കുന്ന ദിവസം അവരെ അറിയിക്കണം എന്ന് പറഞ്ഞു. അന്ന് വേറെ സംവിധാനമൊന്നുമില്ല. അന്ന് ഡൽഹിയിലാണ് ജോയിൻ ചെയ്തത്. അന്ന് സംവിധാനങ്ങളൊന്നുമില്ല. നമുക്ക് അറിയിക്കാൻ അന്നത്തെ പോലെ മൊബൈലില്ല, ലാൻഡ് ഫോൺ തന്നെ വളരെ വിരളമാണ്. അപ്പോൾ നമുക്ക് ഒരു സംവിധാനം ഇല്ലാത്ത ആ സമയത്ത് അടുത്തൊരു ബൂത്തുണ്ട്. അപ്പോൾ ഞാനവിടെ ഡൽഹിയിലെത്തി. അന്ന് ഗോപൻ സാറാണ് നമ്മുടെ ഇൻചാർജ്, അതായത് മലയാളം യൂണിറ്റിനെ നയിക്കുന്നത് ഗോപൻ സാറാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഗോപൻ സാർ എന്ന് പറഞ്ഞാൽ, ഈ ഗോപൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നമ്മൾ അന്ന് സിനിമാ നടന്മാരെക്കാളും ഫേമസ് ആണ് അദ്ദേഹം. നമ്മൾ ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികൾക്കോ ക്ലബ്ബുകളുടെ പരിപാടികൾക്കോ പോയാൽ മിമിക്രി ഐറ്റത്തിൽ ഒന്ന് ഗോപൻ്റെ സ്വരമായിരിക്കും, ഒരു സംശയമില്ല. നടന്മാരെ അനുകരിക്കുന്നതോടൊപ്പം തന്നെ ഗോപൻ സാറുടെ സ്വരമായിരിക്കും അവർ ഗോപൻ വാർത്ത വായിക്കുന്ന പോലെ പറയുന്നുണ്ടാവും. അന്ന് തൊട്ട് എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊരു പരമാനന്ദമായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ജോയിൻ ചെയ്തത്. അദ്ദേഹം ഇൻചാർജ് ആയിരിക്കുന്നു. ചെന്ന് 2ാമത്തെ ദിവസം എനിക്ക് പഴയ ബുള്ളറ്റിനൊക്കെ എടുത്ത് തന്നിട്ട് ഹക്കീമൊന്ന് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഒരു ദിവസം ഇരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹക്കീം നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ, ഒന്ന് നമുക്ക് ഇത് ലൈവായിട്ട് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാജശേഖരൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം അവിടെ കാഷ്വലായിട്ട് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് അത് വായിക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം 7:25 ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു, ഇന്ന് ഹക്കീമാണ് വായിക്കുന്നത്, രാജശേഖരനും ഞാനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് പെരുന്നാൾ മാസം കണ്ട സമയം മാത്രമല്ല, നമ്മുടെ ഒരു വലിയൊരു ആംബിഷൻ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബൂത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വായിക്കുന്നുണ്ട്, കാരണം അറിയിക്കാതിരിക്കാൻ പറ്റില്ല, നന്ദികേടാവുമല്ലോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറയുന്നുണ്ട്. അത് അറിഞ്ഞതോടുകൂടി അവർ പടക്കം മേടിച്ചു, കംപ്ലീറ്റ് എല്ലായിടത്തും സ്പീക്കർ കെട്ടി. ആ ഗ്രാമം മുഴുവൻ സ്പീക്കറും പടക്കവും എല്ലാം കൂടി അലങ്കരിച്ചിട്ട് ഒരു ഗ്രാമോത്സവമായിട്ട്, ശരിക്കും ഗ്രാമോത്സവമായിരുന്നു. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കുട്ടായി. അവിടെ പടക്കം പൂട്ടി കംപ്ലീറ്റ് ആഘോഷമാക്കിയിരുന്നു. നാട്ടുകാർക്ക് അത്ര ആവേശത്തിൽ അവരിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. നമ്മുടെ നാട്ടുകാരനും എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് മലബാറിൽ തന്നെ അപൂർവമാണ്. മലബാറിൽ നിന്ന് 1-2 പേരേ ഉള്ളൂ. മലബാറിൽ തന്നെ അപൂർവമാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതൊക്കെ പലപ്പോഴും തെക്കൻ കേരളത്തിലുള്ള കുറെ ആളുകളുടെ ഒരു കുത്തകയായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവിടെ നിന്നുള്ള ആളുകൾക്കാണ് കൂടുതൽ കിട്ടിയിരുന്നത്. ഈ ഭാഗത്ത്
ആളുകൾ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടിയെന്ന് കൂടി കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി അന്ന്. അതായത് ഞാൻ സാധാരണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഹക്കീം കുട്ടായി എന്നുള്ള പേര് ഉപയോഗിച്ചത്. എൻ്റെ ഫ്രണ്ട്സാണെന്ന് തന്നെ അങ്ങനെ വിളിച്ചിരുന്നത്. അതിൻ്റെ മുമ്പ് അങ്ങനെയല്ല എൻ്റെ പേര് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഗോവിൻ സാർ ഇത് വായിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു ഏത് പേരിലാണ് വായിക്കണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഹക്കീം കുട്ടായി എന്നുള്ള പേരിലാണ് വായിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു സ്ഥലപ്പേര് പറ്റൂല, പേരിൻ്റെ കൂടെ ജാതിപ്പേര് പറ്റൂല, നായർ നമ്പൂരി എന്നുള്ള പേരുകളൊന്നും പറ്റൂല, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഈ മാവേലിക്കര രാമേന്ദ്രൻ എന്നിട്ട് ആൾ വായിക്കുന്നുണ്ടല്ലോ ഇവിടുന്ന്, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ആ മാവേലിക്കര എന്നുള്ള സ്ഥലപ്പേരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങനെ വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പറയാനില്ല, എന്നാൽ പിന്നെ അതങ്ങനെ വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഹക്കീം കൂട്ടായി എന്നുള്ള പേര്. ഈ കൂട്ടായി എന്ന് കൂടി വന്നതോടുകൂടി ആളുകൾക്ക് അതൊരു വലിയ ആവേശമല്ലോ. അപ്പോൾ പിന്നെ അതിനുശേഷം പലരും പല യോഗങ്ങളിൽ പല ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർമാർ വരെ യോഗങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നാട് ഇപ്പോൾ രാജ്യത്തും ലോകത്തും ഒക്കെ കേൾക്കാൻ തുടങ്ങി, അങ്ങനത്തെ ഒരു പേര് ഈ ആകാശവാണിയിലൂടെ പുറത്തു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വലിയൊരു സന്തോഷമായി. കാരണം ആ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. അതെ അതെ അതെ. ഇത് അന്ന് സാർ എനിക്ക് തോന്നുന്നു അധ്യാപകനായിരുന്നു എന്ന് തോന്നുന്നു കുറച്ചു കാലം. അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ചു കാലം അധ്യാപകനായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ആകാശവാണി അതുപോലെ തന്നെ വാർത്താ അവതരണം ഇതൊന്നും ഇപ്പം ഇന്നൊക്കെ ഇപ്പം ആളുകൾക്ക് ജേർണലിസം ഒക്കെ പലരും ഇത് കണ്ടിട്ട് അതിന്റെ ഒരു ഭ്രമത്തിൽ അതിനോടൊരു ക്രേസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അന്ന് ഈ റേഡിയോ മാത്രമാണല്ലോ, പിന്നെ അന്ന് അപൂർവമായിട്ട് ചാനലുകൾ തന്നെയുള്ളൂ. ദൂരദർശൻ കഴിഞ്ഞാൽ പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ തുടക്കകാലമാണ്, അത്രയും ബുള്ളറ്റിനുകളൊന്നും ഇല്ല. അന്ന് എങ്ങനെയാണ് ഒരു റേഡിയോയിലേക്കുള്ള ഒരു അഭിലാഷം ഉണ്ടാകുന്നത്? എൻ്റെ റേഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്നെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായതല്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കും, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റേഡിയോയിൽ ഒരു തൂപ്പുകാരൻ്റെ ജോലി മതി എന്നുള്ള ഒരു വിശ്വാസക്കാരനായിരുന്നു ഞാൻ. റേഡിയോയുടെ ഒരു തൂപ്പ് ജോലിക്കാരൻ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്താപ്പ അദ്ദേഹം സിംഗപ്പൂരിലൊരു വലിയ പള്ളിയുടെ ഇമാമായിരുന്നു, ബാപ്പയുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ ഒരു റേഡിയോ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് റേഡിയോക്ക് ലൈസൻസ് ഉള്ള കാലമാണ്. 15 രൂപയാണ് നമ്മൾ ഒരു വർഷം ലൈസൻസ് ആയിട്ട് അടക്കേണ്ടത്. പോസ്റ്റ് ഓഫീസിൽ എൻ്റെ കയ്യിലുണ്ടാ ലൈസൻസ്, ഉപ്പയുടെ ലൈസൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ രേഖ എടുത്തു നോക്കിയപ്പോൾ അത് പിന്നെ 84 മറ്റുമാണ് അത് വേണ്ടാന്ന് വെച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ലൈസൻസ് ഉള്ള കാലം. അന്ന് റേഡിയോ അപൂർവമാണ്. ഇത് ഫിലിപ്സിൻ്റെ റേഡിയോ ആയിരുന്നു, വേറെ എവിടെയും റേഡിയോ ഇല്ല. ഇതിൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. കാരണം അടുത്ത വീട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനം നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ വലിയൊരിതുണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂളിൽ. അപ്പം ബാപ്പയുടെ പരിപാടി ബാപ്പ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ റേഡിയോ അന്ന് 3 സ്റ്റേഷനുള്ളൂ, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. അപ്പോൾ എവിടെയാണോ നല്ല പാട്ടുകളുള്ളത് നല്ല പരിപാടികളുള്ളത് അത് വെച്ച് ഞാൻ കേൾക്കും. എന്നിട്ട് ഇത് ആ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി വീണ്ടും മുമ്പത്ത് കൊണ്ട് വെക്കും. മാത്രമല്ല അമ്മയുടെ വീട്ടിലേക്ക്, അമ്മയുടെ വീട് മുറിവയ്ക്കലാണ്, അവിടെ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ ഈ സാധനം കൊണ്ട് പോകും. ആളുകൾ കാണണല്ലോ, അഹങ്കാരമാണ് നമ്മുടെ എല്ലാത്തിനും അഹങ്കാരം, ഇത് കൊണ്ട് പോവുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ആരൊക്കെ ഉണ്ടല്ലോ, അന്ന് നമുക്കറിയില്ല ഇതിനകത്ത് ആളെന്ന വിചാരം. അപ്പൊ എങ്ങനെയും ഇതിനകത്തൊന്ന് കയറിക്കൂടണം എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്തല്ല, ആളുകൾ ഇത് പുറത്തുനിന്നാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. അത് ടി വി വന്ന ഉടനെ അകത്ത് കുറെ തമാശകൾ ഉണ്ടായിരുന്നു. കാരണം ടി വി വന്നപ്പം സ്ത്രീകളൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയത്, കാരണം അവിടെയുള്ള ആളുകൾ നമ്മളെ ഇങ്ങോട്ട് കാണുക. അതിന് സമാനമായി, കാരണം ഡിവൈസ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ചെറുതാണല്ലോ, വളരെ ചെറുതാണല്ലോ. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഈ റേഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്തൊന്ന് വരണം എന്നുള്ളത്. പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടുകാർ പറഞ്ഞത് നീ ദുബായിലേക്ക് പോകണം എന്നാണ്. കാരണം അന്ന് ഏതൊരു മലപ്പുറത്തുകാരൻ്റെ മലബാറുകാരൻ്റെ മുഴുവൻ സ്വപ്നമാണ്, നീ പാസ്പോർട്ട് എടുക്കണം, ദുബായിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് ആകാശവാണി മതി, എനിക്കിതിൽ റേഡിയോയിൽ എന്തെങ്കിലും തൂപ്പുകാരൻ്റെ ജോലി കിട്ടിയാലും മതി, ഞാൻ ദുബായിലേക്ക് പോകില്ലാന്ന്. ഇപ്പം ഒരുപാട് നിർബന്ധിച്ചു. ഒരു അവസാനം പറഞ്ഞു നിൻ്റെ പ്രായക്കാരൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളായി, പിന്നെ അവർക്ക് വലിയ വീടുകളായി, നല്ല പൈസ ഉണ്ടാക്കണം, നീ കിട്ടാത്തൊരു ജോലിയും പറഞ്ഞ് നടന്നോന്ന് പറഞ്ഞു. ഞാനത് വിട്ടില്ല. അതെൻ്റെ ഒരു കാമിനിയെ പോലെ ആകാശവാണിയെ കണ്ടു എന്ന് പറയാം. അതെ അതെ, ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ പോയി, പിന്നാലെ നടന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി എടുത്തു, PRSI ജേർണലിസം എടുത്തു, അങ്ങനെ എല്ലാം ചെയ്തു. എന്നിട്ടും ഇത് മാത്രം തേടി പോകുമ്പോൾ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ, അതായത് 6 ഇൻ്റർവ്യൂവിൽ ഞാൻ വന്നിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റ് അറിയാലോ, ഓഡിഷൻ, ഇൻ്റർവ്യൂ. ഇതിൽ 100-200-300 പേരുണ്ടാവും. അതിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്യണം. ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടാവും, ഒറ്റ പോസ്റ്റേ ഉള്ളൂ. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന ആൾ ഈ റാങ്ക് ലിസ്റ്റ് കൊണ്ടാണ് പോവാ. ഞാനൊരു 6 ഇൻ്റർവ്യൂവിലും
അതിൽ വരുന്ന 5 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്റർവ്യൂവിൽ. ഒന്ന് ഞാനായിരുന്നു. പലപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാത്തിരിക്കും, വാർത്തകൾ ആരെങ്കിലും പുതിയ ആൾ വായിക്കണ്ടോ. വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ഇന്റർവ്യൂ വന്ന ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നത് അയാളാണ് വായിക്കുന്നതെന്ന് മനസ്സിലായി അത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എന്തായി, കിട്ടിയോ, പോയില്ലേ, ജോലി ചെല്ലോ, നിന്നോട് അന്നേ പറഞ്ഞാണ് ദുബായിക്ക് പോകാൻ, നീ പോയില്ല, കേട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ പോയി അനൗൺസറെ ടെസ്റ്റ് ചെയ്ത് അതിലേക്ക് ഞാൻ പരാജയപ്പെട്ടു. അതിനേക്കാളും വലിയൊരു പോസ്റ്റ് കാത്തിരിക്കണ്ടാവും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അവസാനം തിരുവനന്തപുരത്ത് വെച്ചിട്ട് 1997 ആദ്യത്തിൽ, അതായത് എത്ര പിറകോട്ട് പോയിട്ടും ആ പരിശ്രമം വിട്ടില്ല, ആകാശവാണിയിൽ എത്തിയ അടങ്ങുന്നുള്ള അതൊരു വാശിയായിരുന്നു. കാരണം അതിനുവേണ്ടി ഞാൻ ഡ്രാമ ആർട്ടിസ്റ്റായി 85 ബി ഗ്രേഡ് ഡ്രാമ ആർട്ടിസ്റ്റായി. അന്ന് ഡ്രാമയ്ക്ക് വേണ്ടി വരാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്, ആകാശവാണിക്ക് വേണ്ടി എല്ലാ പരിപാടികളും ആകാശവാണിയോട് അന്നേ ഉണ്ട് ഒരു അടുപ്പം ഉണ്ട്. അപ്പോൾ ഇത് ചെയ്ത് പിന്നെ അവസാനം വന്നപ്പോൾ ഡൽഹിയിലേക്ക് അവസാനത്തെ ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ എനിക്കറിയാം എന്താണ് ഇതിനകത്ത് വരിക എന്നുള്ളത്, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എല്ലാം വരുന്നല്ലേ. അപ്പോൾ അതിനകത്ത് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ലേഷൻ അറിയാലോ, നമുക്കറിയാലോ, ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ്, പിന്നെ ഏതെങ്കിലും അബ്രിവേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് വരികയെന്നറിയാം. എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് ഒക്കെ ഇത് എഴുതാനുണ്ട്. അന്ന് ലാസ്റ്റിൽ എൻ്റെ ഇതിന് പോയ സമയത്ത്, ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് കുറേ ആളുകൾ പിന്നെ ഇരുന്ന് പഠിക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഞാൻ മനസ്സിൽ പറഞ്ഞു, പൊട്ടന്മാർ ഇതൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊന്നും പഠിക്കണ്ട, ഇതെല്ലാം ഇതിനകത്ത് വരികയെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ അവരോട് പറയാൻ പറ്റില്ലല്ലോ, ഞാനും ഒരു മത്സരമാണല്ലോ. അങ്ങനെ അതിൽ പാസ്സായി. പക്ഷെ അന്ന് 500-ഓളം പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് ആദ്യമായിട്ടാണ്. അതിൽ 70-ഓളം പേര് പാസ്സായി, അതും ആദ്യമായിട്ടാണ്. 20-ലധികം അതിന് മുമ്പ് പാസ്സായിട്ടേ ഇല്ല, അതും ആദ്യമായിട്ടാണ്. ഈ 70 ആളുകളെയും ഓഡിഷൻ ചെയ്തു. അങ്ങനെ ഞാൻ ഓഡിഷന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ വിളിച്ചു, ഞാൻ കയറിയിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടുപോയി, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് കയറിയവരൊന്നും പുറത്തു വിടൂലാറ്, ഇതിനകത്ത് പുറത്തു പോകണ പ്രശ്നമില്ല, അകത്ത് കയറിയവർ അകത്തിരിക്കുക, പുറത്തു പോകണ പ്രശ്നമില്ല. ഞാൻ അയാൾ തള്ളി മാറ്റി ഓടി, ക്യാൻറ്റീനിലേക്ക് ഓടി വെള്ളം കുടിച്ച് തിരിച്ചു ഓടി വന്നപ്പം എൻ്റെ നമ്പർ വിളിച്ചു. അതേ സമയത്ത് ഇതേ സ്റ്റുഡിയോയിൽ തന്നെയാണോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ? തിരുവനന്തപുരത്താണ് നടന്നിരുന്നത്, ഇതേ സ്റ്റുഡിയോ തന്നെയായിരുന്നു. സ്റ്റുഡിയോ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇതേ സ്റ്റുഡിയോ ഒന്നിച്ചുള്ള കോംപ്ലക്സ് ആണ്, അതിനകത്ത് ഒരു സ്റ്റുഡിയോ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം ഒരാൾ നമ്മുടെ ഇപ്പം എൻ്റെ നമ്പർ വിളിക്കുമ്പോൾ വേറെ ആളെ അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കേൾക്കാം, സ്പീക്കറിൽ കേൾക്കാം. മുമ്പ് ആഴ്ച എനിക്കും കേൾക്കാം. അതൊരു കവി ആയിരുന്നു, രാജീവ് എന്ന പേര് പറഞ്ഞിട്ട്. കഴിഞ്ഞ് വന്നപ്പോൾ അയാളിനെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഇത് കിട്ടും, നന്നായിട്ട് വായിച്ചിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ കേൾക്കണേ. അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇൻ്റർവ്യൂ. അന്ന് പാസ്സായത് 40-ഓളം പേര് പാസ്സായി. ഇതിൽ അത്രയൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 5-6 പേര് മാത്രമേ വരാറുള്ളൂ. ആ 40-ഓളം പാസ്സായപ്പോൾ തന്നെ എനിക്ക് മിടിപ്പ് തുടങ്ങി. ഇനി വീട്ടിൽ പോയാൽ ദുബായ് പറയാം, അടുത്ത ദുബായിക്കുള്ള ട്രിപ്പ് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അവർ ഇൻ്റർവ്യൂ തുടങ്ങി. ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതിൽ വല്ല വിഷമമുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞത് കോമ്പറ്റൻ്റ് അതോറിറ്റിയാണത് കൊടുക്കുന്നത്, എനിക്കതിലൊരു വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വന്ന് ഒരു ചോദ്യം ചോദിച്ചു, കഥകളെക്കുറിച്ച് എന്താ അറിയാമെന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ മലപ്പുറത്തുകാർ തോറ്റു പോകുന്നൊരു ചോദ്യമാണ്. അറിയില്ലോ, കഥകളെക്കുറിച്ച് എന്താ അറിയാന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചു. പടച്ചവനത് പോയല്ലോ എന്ന് വിചാരിച്ചു, ഇതിൻ്റെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചു, ഇതും പോയിന്നായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ പറഞ്ഞു, മലപ്പുറത്തുനിന്ന് വരുന്ന അയാളോട് കഥകളെക്കുറിച്ച് ചോദിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാം. അപ്പം എന്നോട് ഒരു മലപ്പുറത്ത് ഒരു മഹാകവി ഇല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോയിൻകുട്ടി വൈദ്യരാണ്. അത് അതിന് മറുപടി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ശരി അറിയിക്കാം, ഡൽഹിയിലായിരിക്കും അല്ല പോസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡൽഹിയല്ല അസമായാലും ഞാൻ പോവാം, എനിക്കൊരു പ്രശ്നമില്ല. ആകാശവാണി വാർത്തല്ല, ഇപ്പൊ വാർത്തയായി, നേരത്തെ എന്തായാലും വേണ്ടില്ല. കാരണം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കും, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പുസ്തകങ്ങളിൽ റേഡിയോ ആർട്ടിസ്റ്റ് എന്ന് എഴുതി വെച്ചിരുന്നു. അല്ല, അന്ന് നാടകങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുകഥയൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ റേഡിയോ ആർട്ടിസ്റ്റ് എന്ന് എഴുതിയിട്ട് ആകാശവാണിയുടെ എംബ്ലൊക്കെ വരച്ച് വെച്ചിട്ടാണ് എൻ്റെ പുസ്തകങ്ങൾ കൊണ്ട് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ ഇത് പറഞ്ഞു, പിന്നെ ഡൽഹിയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആസാമിൽ വരെ ഞാൻ പോവാം, എനിക്കൊരു കുഴപ്പമില്ല, ഇത് കിട്ടിയാൽ മതി, അറിയിക്കാം, താങ്കളെ സെലക്ട് ചെയ്ത് അറിയിക്കാന്ന് പറഞ്ഞു. അപ്പം അന്ന് ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിലയിലായി. അതും പറഞ്ഞ് ഞാനിട്ട് പോന്നു. പിന്നെ എന്നും ഞാൻ റേഡിയോ തുറന്നു വെക്കും, ആരെങ്കിലും ഇതിൽ, പക്ഷെ അറിയില്ല, 10-40 പേരുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ വായിക്കുന്നുണ്ടോ നോക്കി, ഒന്നുമില്ല, വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമ്മളൊന്നും അറിയിക്കില്ല.
അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് പോയി നേരുന്നു. ഇല്ല, അത്രയും വരാറില്ല. പരീക്ഷയ്ക്ക് നോക്കാൻ ഇല്ല, ഇനി പരീക്ഷ എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കൂല. ഇതിപ്പോ തന്നെ ഒരുപാടായി പോയി. അപ്പോൾ പിന്നെ അവർ പിന്നെ ഒരു 5-6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു, ഒന്നും കാണാനില്ല. ഒരു ദിവസം പോസ്റ്റ്മാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് ആകാശവാണി തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷയായി. അപ്പോൾ അന്ന് അത് അയാൾ കൊണ്ടുവന്നില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മറ്റേ പോസ്റ്റ് ഓഫീസിൽ പോയി അത് മേടിച്ച് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതോ വേറെ എന്തെങ്കിലും റിജക്ഷൻ ആണോ? അല്ല, അത് തരില്ല. ഇല്ല, റിജക്ഷൻ അവർ തരില്ല. ഇല്ല, നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ, അത് അവർക്കാണിത് വരുള്ളൂ. അപ്പോൾ ഇവരിത് ഇയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓഫർ ഓഫ് അപ്പോയിൻമെൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വൈകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പോലീസ് ക്ലിയറൻസ് വേണം, DGPയുടെ ഒക്കെ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് അവർ കാത്തുന്നത്. അത് വൈകിപ്പോയി, കിട്ടാൻ വേണ്ടി വൈകിപ്പോയി. അത് കിട്ടിയത് ഓഫർ ഓഫ് അപ്പോയിൻമെൻറ്റിൽ കിട്ടിയ പാട് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരെ അന്ന് ഡൽഹിയിലൊക്കെ ബോംബ് പൊട്ടുന്ന സമയമാണ്. നേരെ എൻ്റെ സുഹൃത്തിൻ്റെ ആകാശവാണിൻ്റെ എന്ന പ്രസാദനെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും, അദ്ദേഹത്തിന് ഡൽഹി പരിചയമുണ്ട്. ഡൽഹി ആരോടത് ആദ്യം പറഞ്ഞു? ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞു, ഉപ്പയോടും മേടും പറഞ്ഞു. അവർക്ക് ഭയങ്കര വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് അവർക്കുണ്ടായത്. കാരണം അവർ വിചാരിച്ചിട്ടില്ല, അവരിത് വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ നേടിയെടുക്കുന്നുള്ളത്. പക്ഷെ പിന്നീട് അവർക്ക് അത് വലിയ അഭിമാനമായിട്ട് മാറി. ഇത് അവന് അധ്വാനിച്ചുണ്ടാക്കിയല്ലോ അവർക്ക് തോന്നി. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോൾ അവർക്ക് തന്നെ വലിയൊരു സന്തോഷം. ഒരു പ്രവാചകാധ്യാപനം തന്നെ ഉണ്ടല്ലോ, മൻജദ്ദ വജദ, പരിശ്രമിച്ചാൽ വിജയിക്കുന്നത്. അതിന്റെ ഒരു യഥാർത്ഥത്തിൽ നടക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് 3-4 കഴിയുമ്പോൾ എറിഞ്ഞു പോവായിരുന്നു. പക്ഷെ ഞാൻ വരില്ല. ഇപ്പൊ താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്യില്ല, നമ്മുടെ റോഡിന് നടക്കുകയാണെങ്കിൽ താങ്കൾ വിളിച്ച റേഡിയോത്തിൽ ഇങ്ങനെ വന്നോണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുകയില്ല. അത് അങ്ങനെയാണ് ഡൽഹി പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പിരിയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് പക്ഷേ ശീലമല്ല, ഇല്ല, വീട്ടുകാരെ വിട്ടു പോകുന്ന ഒരു പരിപാടി എനിക്കില്ല. പക്ഷെ പോകുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ ഈ ഗോവൻജിയെ കാണണം. അത് മാത്രമാണ് അദ്ദേഹത്തെ കാണാമല്ലോ എന്നുള്ള. അവിടെ ചെന്നപ്പോഴാണ് ഇൻചാർജ് ആണെന്നൊക്കെ അറിയണം. അന്ന് വരുമ്പോൾ നമുക്കറിയില്ലോ ഇൻചാർജ് ആണെന്ന്. അവിടെ ചെന്നപ്പോഴേ നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഒരു 3 വർഷം ഞാൻ വാർത്തയായിട്ട് മുന്നോട്ട് പോയത്. എങ്ങനെയാണ് ആ ഡൽഹിയിലെ അനുഭവങ്ങളൊക്കെ? ഇപ്പം ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ്, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടെ പല പിന്നെ ഭാഷകളിലുള്ള വാർത്താമുറികളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ കോടിയിലായിരുന്നു. നമ്മളായിട്ട് വളരെ ഇപ്പം ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ, മലയാളം യൂണിറ്റിൽ തന്നെ ഡോഗ്രി, കശ്മീരിലെ ഡോഗ്രി യൂണിറ്റ് ഉണ്ടായിരുന്നു. ഡോഗ്രി വന്നിട്ട് അവർ യൂണിറ്റിൻ്റെ എല്ലാ യൂണിറ്റുകളിലും 2 വീതം പേരുണ്ട്. അവരൊക്കെ നന്നായിട്ട് വളരെ ഒരു കൊച്ചനുജനെ പോലെയാണ് എന്നെ കണ്ടത്. അവരുമായിട്ട് വളരെ നന്നായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ സാധിച്ചു. കുറേ സഹായങ്ങൾ തന്നു. മാത്രമല്ല അവർ എങ്ങനെയൊക്കെ എന്തൊക്കെ വേണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വലിയൊരു മാറ്റം എനിക്ക് ഡൽഹിയിൽ പോയപ്പോൾ വന്നു. വലിയൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഡൽഹിയിൽ പോയിട്ട് അടുത്ത മാസമാണ് നോമ്പ് വരുന്നത്. ഡൽഹി പോയിട്ട് നോമ്പ് വരുന്ന അടുത്ത മാസം. സാധാരണ ഇവിടെ നോമ്പിന് ചോറ് ഈ അത്താഴം കഴിച്ചാൽ, അത്താഴം കഴിത്തിന് ചോറാണ്. ചോറ് കഴിച്ചാൽ നമുക്ക് മതിയാവില്ലെന്ന് തോന്നും. കാരണം എന്താ, അതിനൊരു സൈക്കോളജി ഉണ്ട് അതിനകത്ത്. സൈക്കോളജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വിശപ്പാവും. അത് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ പെരുമ്പാമ്പ് കോയിനത്തിന്റെ നമ്മൾ കിടന്ന് ഉറങ്ങുക. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. അന്ന് കിടന്ന് ഉറങ്ങും, ശരിക്കും കിടന്ന് ഉറങ്ങും. അവിടെ ചെന്നപ്പോൾ ഇത് കിട്ടാനില്ല. കാരണം ഫാമിലി വന്നിട്ടില്ല കൂടെ, അവരെ കൊണ്ടുപോകാൻ സമയമില്ലല്ലോ. ഇതൊരു സാധനമില്ല. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ മഗ്‌രിബിന് തൊട്ടടുത്ത പള്ളിയിൽ പോകും. അവിടെ ഫ്രൂട്ട്സ് തരും, ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് തരും. അത് പള്ളി ഫ്രൂട്ട്സ് തരും. നമുക്ക് ഫ്രൂട്ട്സ് തരാം. ആ ഫ്രൂട്ട്സ് കഴിക്കും. അത് തന്നെ എൻ്റെ നോമ്പ് പറയും അത്താഴം. ശരി, എൻ്റെ നോമ്പ് തുറ എത്താഴം അത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരു ദിവസം ഇതേമാതിരി ഞാൻ വിചാരിച്ചു ചോറ് വെക്കാൻ. എനിക്ക് ഞാൻ വലിയ മടിയനാ ഈ ഭക്ഷണം ഉണ്ടാക്കണ കാര്യത്തിൽ. എന്നാലും ഞാൻ തിന്നണ കാര്യത്തിൽ പോലും ചിലപ്പോൾ ഞാൻ മടിയനാ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കരുതി ചോറ് വെച്ച് പിന്നെ ഒരു ചെറിയൊരു കറി എന്തോന്നും ഉണ്ടാക്കി നിൽക്കുമ്പോൾ എനിക്ക് തിന്നാൻ പറ്റണില്ല. ഭയങ്കര വിറച്ചു പോയി. ഞാൻ വിറച്ച് വീണ്. ഞാൻ വേഗം അവിടുത്തെ ഹീറ്റർ ഓൺ ചെയ്തിട്ട് പുതപ്പിനുള്ളിൽ മൂടി പുതച്ച് കിടന്നു. പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് അറിയണത് വളരെ താഴ്ന്നിരുന്ന അവിടുത്തെ തണുപ്പ് -°C. നമുക്ക് പരിചയമില്ലാത്തൊരു കാലാവസ്ഥ ഭയങ്കരമായിട്ട് ഞാൻ ആകെ പെട്ടുപോയി. അതങ്ങനെ കിടന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, ഇത് തന്നെ പരിപാടി. അവിടെ ഡ്യൂട്ടി ടൈം ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? അവിടെ ഡ്യൂട്ടി ടൈം വളരെ സുഖമാണ്. കാരണം രാവിലെ നമുക്ക് 7:25 ബുള്ളറ്റിൻ ഉള്ളത്. അത് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. രാവിലത്തെ ബുള്ളറ്റിൻ. ആ രാവിലത്തെ ബുള്ളറ്റിൻ ചെയ്യുമ്പോൾ രാവിലെ 5 മണിക്ക് ചെല്ലുക. 5 മണിക്ക് ചെന്നാൽ നമുക്ക് അവിടുന്ന് അവർ GNR ജനറൽ ന്യൂസ് റൂമിൽ നിന്ന് നമുക്കത് അതിൻ്റെ ഒരു കോപ്പി തരും.
നമ്മൾ ഇവിടുത്തെ മാറ്റി ഒരു പണിയില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ബുള്ളറ്റിൻ തരേണ്ട, ഏത് ഉൾപ്പെടുത്തണം നോക്കണം, ഒന്നുമില്ല, ന്യൂസ് റീഡ് ചെയ്താൽ മാത്രം മതി. അല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യണം, അങ്ങനെ വേണം. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ എന്നുള്ളതാണല്ലോ പോസ്റ്റ്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 5 പേപ്പറിൽ എത്തിച്ചേരും, എല്ലാ യൂണിറ്റുകളിലും അവർ എത്തിച്ചേരും. പിന്നെ അതിന് ചിലപ്പം വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ വേറെ പേജ് കൊണ്ടുവരും. അപ്പോൾ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, 2 പേരുണ്ടാവും, 2 പേരിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് 5, 6, 7 മണിയാകുമ്പോൾ തീരും. 2 പേരാകുമ്പോൾ 2.5 പേജ് വെച്ച് ചെയ്താൽ മതി. അപ്പോഴേക്ക് 7 മണിയാകുമ്പോൾ ഹെഡ്ലൈൻ വരും, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നേരെ പോകുന്നു, വായിക്കുന്നു. 7:35 തീരും. 7:45 5 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റും ഉണ്ടല്ലോ. നമുക്ക് മുമ്പ് തമിഴാണ്. അപ്പോൾ തമിഴ് പിന്നെ കറക്റ്റ് ചങ്ക് കൊടുത്തിരിക്കും. എല്ലാ 7:15 മുതൽ 25 വരെ തമിഴാണ്, 25 മുതൽ 35 വരെ മലയാളം, 35 മുതൽ 45 വരെ കന്നഡ. ഒരേ സ്റ്റുഡിയോ ഒരേ സ്റ്റുഡിയോ വായിക്കും. നമ്മളിങ്ങനെ കാത്തിരിക്കലാണ്, ഈ ഹോട്ടലിൽ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന പോലെ. നമ്മളല്ലേ ഇതൊന്നും ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കില്ല, അതുമാതിരി നമ്മളെ സൈഡിൽ പോയി നിൽക്കും. അയാളെ വാർത്ത കഴിഞ്ഞ് 10 സെക്കൻഡ് മുമ്പ് നിർത്തണം എന്നാണ്. 10 സെക്കൻഡ് മുമ്പ് നിർത്തിയിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ 10 സെക്കൻഡ് മുമ്പ് നിർത്തിയിട്ട് അടുത്ത കർണാടക ന്യൂസിന് വേണ്ടിയിട്ട് മാറിയിരിക്കണം. അങ്ങനെയുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് 35 കഴിഞ്ഞ് 45 നമ്മൾ സ്റ്റുഡിയോയിൽ വരും, അല്ല നമ്മുടെ റൂമിലേക്ക് വരും. ന്യൂസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്പർ ചെയ്തിട്ട് അവിടെ വെച്ച് തുന്നിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിൽ പോകാം. പിന്നെ ഉച്ചയ്ക്ക് വരുന്നത് 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ 12-ാം മിനിറ്റ് ബുള്ളറ്റിൻ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും 2 ബുള്ളറ്റിൻ നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ വായിക്കേണ്ട, ഒപ്പമുള്ള വേറെ ആൾ വായിക്കും. അങ്ങനെ പോകണം. ഒരു ബുള്ളറ്റിനെ നമുക്ക് വായിക്കാൻ ആവശ്യം വരുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു ഡൽഹിയിൽ, വളരെ സൗകര്യമായിരുന്നു. പക്ഷേ ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരെ ആയിരുന്നുള്ള ഒരു പ്രയാസമുണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് ഇന്നത്തെ പോലെ മൊബൈലും കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഫാദറിന് കത്ത് എഴുതലാൻ്റെ പണി, തിരിച്ച് എനിക്കും കത്ത് വരിക. അതായത് അന്ന് അവർ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ നോക്കി, ഗൾഫിന് സമാനമായിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത്. ഒരു ദിവസം ഫാദർ എനിക്ക് ഇപ്പം എനിക്ക് അയച്ച കത്ത് ഗൾഫിൽ പോയിട്ടാണ് വന്നത്. ഭയങ്കര സംഭവം അത്. ഇപ്പോഴാ കത്തിന്റെ ഒന്നും വന്നിട്ടില്ല, അത് പോയി ഗൾഫിൽ പോയി. ഇവിടുന്ന് ആരെങ്കിലും വിട്ട് കാണും, സോർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ പോയി കാണും. ഗൾഫിൽ പോയിട്ട് അവിടുന്ന് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആ കത്ത് എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ഇങ്ങനെ കത്ത് ചെയ്തായിരിക്കണം, എന്തെങ്കിലും അസുഖം വന്നോ, എന്താ പ്രയാസം ഉണ്ട്, ഒന്നുമില്ല. ഈ കത്ത് പിന്നെ കഴിഞ്ഞിട്ടാണ് വന്നത്. പത്രങ്ങളിലൊക്കെ നമ്മൾ ഡൽഹിയിലെ പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നത്. അവിടെ INS ഉണ്ട്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ. മകന് ഗൾഫിലേക്ക് ഒരു കത്ത് എഴുതാന്നുള്ള അഭിലാഷമാണ് അത് പൂർത്തിയായി. അങ്ങനെ ഒരു വഴിയും കൂടി വന്നു. കാരണം കത്ത് ദുബായിൽ പോയിട്ട് നമ്മളിവിടെ ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മറുപടി എഴുതിയത്. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ഈ INS എപ്പോഴും പോയിരിക്കും. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി, അവിടെ നമ്മളെല്ലാ മലയാളികളും ഉണ്ട്, എല്ലാ പത്രക്കാരും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം പറഞ്ഞിരിക്കാൻ വേണ്ടി അവിടെ വരും. അവിടുന്ന് അവർക്ക് ന്യൂസുകളൊക്കെ ചോർന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അവർ ഞാൻ ഈ സംഭവം പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ഇത് കാണിച്ചു കൊടുത്തു, കത്ത് കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അവിടുത്തെ ഡൽഹി പത്രങ്ങളിലൊക്കെ അത് വന്നിരുന്നു. ഇവിടുത്തെ പത്രങ്ങളിൽ തന്നെ ഡൽഹിയിൽ വന്ന പത്രങ്ങളിൽ അത് വന്നിരുന്നു. ഇങ്ങനെ എനിക്ക് വന്ന കത്ത് വഴിമാറിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ ആയപ്പോഴേക്ക് തന്നെ ഒരു സെലിബ്രിറ്റി മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. അപ്പം നാട്ടിലാണെങ്കിലും ഹക്കീം കുട്ടായി എന്നുള്ള പേര് എല്ലാവരുടെയും അറിയാൻ തുടങ്ങി, ഒരു പുതിയ വാർത്താ അവതാരകൻ എന്നുള്ള ലെവലിലേക്കൊക്കെ വന്നു. പിന്നീട് ഇപ്പോൾ ഒരു 27 വർഷങ്ങൾ പിന്നിടുകയാണ്. ശരിക്കും ആകാശവാണിയുടെ ഒരു സെലിബ്രിറ്റി താരം നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേര് തന്നെ ആയിരിക്കും സാറിൻ്റെ പേര്. പക്ഷെ ആകാശവാണിയിലെ സെലിബ്രിറ്റിയും ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വാർത്താ അവതാരകരായാലും, ഇപ്പോൾ ടെലിവിഷൻ വാർത്താ അവതാരകരായാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സിനിമ രംഗത്തുള്ള സെലിബ്രിറ്റികളൊക്കെ ആവട്ടെ, അവരുടെയൊക്കെ മുഖം ആളുകൾക്ക് അറിയാം. ഇപ്പം മമ്മൂട്ടിയെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്കും മമ്മൂട്ടിയുടെ മുഖം അറിയാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ശബ്ദം മാത്രമേ അറിയുന്നുള്ളൂ. അപ്പം നാട്ടിലൊക്കെ പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു ആളുകൾ തിരിച്ചറിയാൻ, ഈ ശബ്ദം കൊണ്ട് ആളുകൾ തിരിച്ചറിയുമായിരുന്നു? എങ്ങനെ ആ ഒരു സെലിബ്രിറ്റി ലൈഫ് എങ്ങനെയായിരുന്നു? എനിക്കെന്താണെന്ന് അറിയില്ല. എനിക്കൊരു പ്രത്യേകത ഉള്ളത്, ഇപ്പം കേൾക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് വാർത്തയിൽ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് തട്ടിപ്പാണോന്ന്. ആകാശവാണി വാർത്ത വായിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശബ്ദമല്ല, ഞങ്ങൾ കേൾക്കുന്ന ശബ്ദം വേറെയാണല്ലോ, തട്ടിപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂസ് റീഡറാണെന്ന് അല്ലെങ്കിൽ വേറെ ആരും പരിചയപ്പെടുത്തും. ഇപ്പോൾ താങ്കൾ തന്നെ അറിയാവുന്ന വേറെ ആൾക്ക് പരിചയപ്പെടുത്തും, ഇന്നയാളാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. അവർ കാണാനിരുന്ന ഒരു ഒരിക്കലും കണ്ടുപിട്ടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളെ അവർക്ക് വലിയ സന്തോഷം. ആ സന്തോഷം എനിക്കുണ്ട്. ഇപ്പം ഒരിക്കൽ എക്സൈറ്റ്മെന്റ് ഇപ്പൊ നമ്മുടെ ചില പ്രേക്ഷകർക്കെങ്കിലും ഇപ്പൊ മനസ്സിലുണ്ടാവും. കാരണം അവർ ആദ്യമായിട്ടായിരിക്കും, അതാണ് ഹക്കീം സാറിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വീഡിയോ അഭിമുഖമാണ്. സത്യമാണ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ഒരു ഇന്റർവ്യൂ തരുന്നത്. ഇങ്ങനെ പലവട്ടം
ഞാൻ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും തന്നിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ആണ്. വോയിസ് മറ്റേ നമ്മുടെ ഓഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് കൊടുക്കാലോ. അതെ അതെ അതെ, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതുമാതിരി ഉണ്ടായൊരു അനുഭവം എന്താന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വൈകുന്നേരം തിരൂരിൽ നിന്ന് വരികയാണ്, നാട്ടിൽ നിന്ന് വരികയാണ്. തിരൂരാണ് എൻ്റെ വീട്, തിരൂർ കുട്ടായി. തിരൂരിൽ നിന്ന് വരുന്ന സമയത്ത് പാസഞ്ചറാണ്, കോഴിക്കോട് വരെ ഉള്ളൂ. അപ്പോൾ ആ പാസഞ്ചറിന്ന് ഒരു കാഴ്ച വൈകല്യമുള്ള ഒരാൾ, കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾ ഇറങ്ങി, കോഴിക്കോട് ഇറങ്ങി. അപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി നിർത്തിയത്. അയാൾക്ക് ഒന്നിലേക്ക് വന്ന് ബസ് കയറി പോകണം. ഇയാൾ ഒറ്റയ്ക്ക്, അന്ന് അധികം ആളുകൾ ട്രെയിനിലില്ല, ഇവിടെ വന്ന് കിടക്കുന്ന ട്രെയിനായതുകൊണ്ട് അധികം ആളുകളില്ല. ഇയാൾ ഒരു വടിയെടുത്തിട്ട്, അയാളെ വൈറ്റ് കെയിൻ ഉണ്ടല്ലോ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചടിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണ്ട, ആ കോണി ഒന്ന് കാണിച്ചിരുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ അയാളെ കൈപിടിച്ച് കോണി കയറ്റി ഒന്നിൽ കൊണ്ടുവന്നു ബസ്സിൻ്റെ അവിടെ എത്തിച്ചു. ബസ് കയറാൻ നിർത്തി. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചേ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ പേരെന്താന്ന് വെച്ചു. അപ്പം ഞാൻ പറയാം എൻ്റെ പേര് ഹക്കീം എന്നാണ്, അങ്ങനെ എൻ്റെ പേര് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ആകാശവാണിതാണ്. പറഞ്ഞു തീർന്നില്ല, ഹക്കീം കൂട്ടായിയാണെന്ന് വെച്ചു ഒറ്റ കെട്ടിപ്പിടുത്തം. അയാളുടെ ഒരു ആകെയുള്ളൊരു വാർത്താ സോഴ്സ് ആണല്ലോ, ശബ്ദമാണ് അയാളുടെ ഏറ്റവും വലിയ വാർത്താ സോഴ്സ്. അയാൾക്ക് ആ ശബ്ദം കേട്ടപ്പോ ചിലപ്പോ ഡൗട്ട് അടിച്ച് കാണും, പരിചയമുള്ള ഒരു ശബ്ദമാണ്. അതേ തന്നെ കെട്ടിപ്പിടിച്ചു ഒരുപാട് നേരം. അയാൾ ബസ് പോകുന്നവരെ അയാൾ കാത്തുന്നു. അയാൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എത്ര കാലമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന ശബ്ദമാണ്, പിന്നെ എന്താണ് കാണാൻ പറ്റണില്ലല്ലോ, എനിക്ക് കേൾക്കാനല്ലേ പറ്റും. അത് ആ സങ്കടങ്ങളൊക്കെ എല്ലാം കൂടി കേട്ടിട്ടാണ് അദ്ദേഹത്തെ സന്തോഷവും സങ്കടവും വല്ലാത്തൊരു അനുഭവം. അപ്പോൾ ഇതാണ് അവർക്ക് കാണാൻ കഴിയാത്തവർക്ക് പോലും ഈ ഒരു ഇത് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അത് നാട്ടുമ്പുറങ്ങളിൽ പലയിടത്തുണ്ട്. പക്ഷെ ഇതിനൊരു ഗുണമുണ്ട്, നമുക്ക് ഏത് കോലത്തിൽ നടക്കാം, ഏത് തെരുവിലൂടെ നമുക്ക് പോലും ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞാലും ഒരു സെലിബ്രിറ്റി ലെവലിലൊന്നുമല്ല എങ്കിൽ പോലും നമ്മളൊക്കെ ചില സർക്കിളിൽ പോകുമ്പോൾ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് പോലും ഈ മുഖം അറിയുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കോലത്തിലും എവിടെയും പോകാൻ ഇനി സൂക്ഷിക്കേണ്ടി വരും. ഇനി ഒരു പക്ഷെ പലരും തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ പറയൂ അതാ ആളാണതെന്ന് പറയും. കുഴപ്പക്കാരൻ മോണില്ലേ? അപ്പൊ അത് ഞാനിവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അപ്പൊ ജീവിതത്തിൽ കുറച്ചൊരു കൺട്രോൾ ഇനി ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പം ജീവിതം നമ്മൾ ആളുകൾ കാണുന്നുണ്ടെന്നൊരു തോന്നലോട് കൂടി വേണം നമ്മൾ എവിടേക്കെങ്കിലും പോകുന്നതും വരുന്നതൊക്കെ അങ്ങനെ വേണ്ടി വരും. ആകാശവാണി ലൈഫിനിടയിൽ ഏറ്റവും സന്തോഷകരമായൊരു അനുഭവം അല്ലെങ്കിൽ ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം എപ്പോഴായിരുന്നു? അപ്പോൾ എൻ്റെ ഒരു വിജയലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു, അവർ ഈടാണ് മരിച്ചുപോയി കോഴിക്കോട് വെച്ചിട്ട്. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ കൊണ്ട് വായിപ്പിക്കും. ആ ഇന്ദുലേഖ എന്നാണ് പുസ്തകത്തിന് അന്ന് പേര്, എന്നെ കൊണ്ട് വായിപ്പിക്കും. അപ്പോൾ കുട്ടികൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇതെന്താ എന്നും വന്ന ഹക്കീമിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. ആ വായനക്ക് ഒരു ശൈലിയുണ്ട്. ഒരു ദിവസം രാവിലെ ബുള്ളറ്റും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം പറ്റപ്പോയി, മുഴുവനായിട്ട് പോയി. ഞാൻ വിചാരിച്ചു പടച്ചോനെ കഴിഞ്ഞല്ലോ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ണും കാതും എല്ലാം നമ്മൾ അറിയാലോ, വായിക്കുന്നതുകൊണ്ട് തന്നെ അറിയാലോ. അപ്പോൾ താങ്കൾക്കറിയാം എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് വന്നാലേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാറുണ്ട്, നമുക്ക് രണ്ട് കണ്ണ് നിന്നിട്ടുള്ള ഒന്ന് പേപ്പറിലും ഒന്ന് ക്ലോക്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ്. സമയത്തോടുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയാണ്. അതെ അതെ അതെ. ഞാൻ ഇപ്പോൾ ഹക്കീം സാർ പറഞ്ഞു ആ വോയിസ് ഓവർ സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് എടുത്തു മാറ്റാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക്, അപ്പം ക്ലോക്കിൽ ഇങ്ങനെ 44 നിൽക്കുക, 45 വാർത്ത തുടങ്ങും. ഞാൻ ഭയങ്കര സ്പീഡിൽ ഈ കോടിയൊക്കെ എങ്ങനെയാണെന്ന് കയറിയതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സ്പീഡിൽ ഓടിപ്പോയി അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് വന്നപ്പോൾ സ്റ്റുഡിയോ അങ്ങനെ ഓൺ എയർ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ കയറി വാർത്ത വായിക്കാൻ തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞു, ശരിക്കത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മളിത് ഓടുമ്പോൾ ആലോചിക്കുന്നില്ല, നമ്മുടെ ശബ്ദം കിതക്കും എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. waytonikah.com, the exclusive Muslim matrimonial site.